നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച നമ്മൾ മലയാളത്തിന്റെ പ്രിയ ഗായകൻ ശ്രീ മധു ബാലകൃഷ്ണനുമായുള്ള സംഗീത സല്ലാപത്തിലായിരുന്നു. അത് ഇവിടെ തുടരുകയാണ്. ഇപ്പോഴും ഈ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ സംഗീതം പഠിക്കാറുണ്ട്. ഇനിയിപ്പം ഞാൻ കച്ചേരികളും കൂടി നേരത്തെ ചെയ്തിട്ടുണ്ട്. കച്ചേരി രംഗത്തും കൂടി കുറച്ചും കൂടി സജീവമായാലോ എന്നിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലരും പറയാറുണ്ട്, ഇപ്പം കച്ചേരിയിൽ കൂടുതൽ സജീവമായി കഴിഞ്ഞാൽ നമ്മളുടെ പാട്ടിന്റെ ശൈലിയിൽ കൂടുതലും ഞാനൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അധികം അങ്ങോട്ട് ആയാലും അത് വോയിസിന് തകരാറ് ചെയ്യും. കാരണം അത് 3.5-4 മണിക്കൂറോളം അതിങ്ങനെ തുറന്ന് കണ്ടിന്യൂസ് ആയിട്ട് പാടുന്ന വോയിസിന് സ്ട്രെയിൻ ഉണ്ടാവും. സംഗീത കച്ചേരി പാടുന്ന ശൈലിയും നമ്മുടെ വോയിസിന് കൊടുക്കുന്ന അത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ ക്ലാസിക്കൽ പാടുമ്പോഴും ലൈറ്റ് സോങ് പാടുമ്പോഴും രണ്ടും രണ്ടാണ്. ക്ലാസിക്കൽ കുറച്ചും കൂടി നമ്മൾ തുറന്ന് ഓപ്പൺ ആയിട്ട് ഫുൾ ത്രോട്ടിലാണ് പാടുന്നത്. സിനിമ സംഗീതം ലൈറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തൊണ്ടയുടെ കൺട്രോൾ, വളരെയധികം കൺട്രോൾ വേണ്ട ഒരു ഇതാണ്. ഭാവം കൊടുക്കേണ്ട സ്ഥലത്ത് ഭാവം കൊടുക്കുക. അത് ക്ലാസിക്കലിലായാലും ഭാവം ഉണ്ട്. വോയിസ് മോഡുലേഷൻസ് കൂടുതലും മുമ്പൊക്കെ നമ്മളിപ്പോ ഈ സംഗീത സംവിധായകർ എന്ന് പറയുമ്പോൾ ക്ലാസിക്കലിൽ ഒരുപാട് നോളജ് ഉള്ള ആൾക്കാരായിരുന്നു. കുറെ യങ്സ്റ്റേഴ്സ് സംഗീത സംവിധായകർ വരുന്നുണ്ട്, ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ചെയ്യുന്നു. അവരെല്ലാം ക്ലാസിക്കലി ട്രെയിൻഡ് ആണോ? അങ്ങനെ എല്ലാവരും ക്ലാസിക്കലി ട്രെയിൻഡ് അല്ല. കുറെ ആൾക്കാർ തട്ടിക്കൂട്ടി മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അത് ഇപ്പൊ അങ്ങനെ മലയാളം സിനിമയുടെ സംഗീതത്തിൻ്റെത് അങ്ങനെയാണ്. ഇപ്പൊ വളരെ നാളുകളോളം കഷ്ടപ്പെട്ട് മ്യൂസിക് കമ്പോസ് ചെയ്ത് കൊണ്ടുവന്നൊരു പാട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹിറ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് കമ്പോസ് ചെയ്ത പാട്ട് ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകും. ഈ വൈദിസ് കൊലവരി അത് ഒരു എനിക്ക് 5 മിനിറ്റ് കൊണ്ട് കമ്പോസ് ചെയ്തതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അതെ അതെ അതെ. നമ്മൾ ഇത്രയും നാള് സംഗീതമൊക്കെ പഠിച്ചിട്ട് ഒരാൾ പറയുന്നു ഇത് പാടൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുകയാണ് ഇത് ശരിയല്ലല്ലോ. അങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ അങ്ങനെ തോന്നിയാലും നമ്മൾ അത് പാടും. കാരണം നമ്മൾ പുറത്ത് കാണിക്കില്ല. എന്തൊക്കെ ചെയ്താലും വേറൊരു പാട്ടിന്റെ ഛായ വരും. മോഹൻ രാഗത്തിൽ ദേവരാജൻ മാസ്റ്റർ 100 കണക്കിന് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. രണ്ടും ഏത് കേട്ടാലും വ്യത്യസ്തമായിട്ട് തോന്നുന്ന ശൈലി. അത് കുറെയൊക്കെ അങ്ങനെ സ്വന്തമായിട്ട് ഇപ്പൊ രാജസാറൊക്കെ പാട്ട് ഹാർമോണിയം പോലും വായിച്ചിട്ടല്ല കമ്പോസ് ചെയ്യണേ. ചിലപ്പോ ഒരു പേപ്പർ എടുത്തിട്ട് അങ്ങനെ നൊട്ടേഷൻസ് പേപ്പറിൽ എഴുതും. നൊട്ടേഷൻ എല്ലാം തലയുടെ ഉള്ളിലാണ്. അതെ. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടറിൽ കൊടുക്കും, കണ്ടക്ട് ചെയ്യുന്ന ആളെല്ലാം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാജസാർ നേരെ സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് വന്നിട്ട് പിന്നെ രാജസാർ ആ എഴുതി കൊടുത്തത് കേൾക്കുകയാണ്. കീബോർഡിൽ അല്ലെങ്കിൽ ഹാർമോണിയത്തിൽ കൈവച്ചാൽ മാത്രമേ നൊട്ടേഷൻസ് കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കാൻ കഴിയൂ. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രതിഭാസമാണ് രാജസാർ ആ ഒരു രീതി. പക്ഷേ നമ്മുടെ നാട്ടിൽ പല മ്യൂസിക് ഡയറക്ടേഴ്സും, നമ്മുടെ നാട്ടിലല്ല പല മ്യൂസിക് ഡയറക്ടേഴ്സും വേറൊരു അത് അവർ ചിലപ്പോൾ നിർബന്ധിതരാവുന്നതായിരിക്കും. മറ്റുള്ള പ്രൊഡ്യൂസറുടെ ഡയറക്ടറുടെ നിർബന്ധം കൊണ്ട് ആ പാട്ട് പോലെ ചെയ്യണം ഈ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ നിർബന്ധിതരാവുന്നുണ്ടാവും. കേൾവിക്കാരുടെ ആസ്വാദന രീതിയും മാറിക്കാണും. അതെ അതെ അതെ. അല്ല, അത് അടിച്ചേൽപ്പിക്കുകയാണ് കൂടുതലും. ഇപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് അത് ഇങ്ങനെ തട്ടിക്കൂട്ടി ഒരു പാട്ട് ചെയ്ത് അത് റിലീസ് ചെയ്തതിനു ശേഷം അത് ചാനലിലൂടെയും റേഡിയോയിലൂടെയും കേൾപ്പിച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കും. അവർ ചിലപ്പോൾ അത് മൂളിപ്പാട്ട് പാടാൻ തുടങ്ങും. സംഗീതം എന്ന് പറയുന്നത് ഒരുപാട് രാഗങ്ങളും ഇതൊക്കെ പഠിച്ചു കാണുമല്ലോ. ഇഷ്ടപ്പെട്ട രാഗം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ ഓരോ രാഗത്തിനും ഓരോരോ കളറുകളാണ്, ഓരോരോ ഭാവമാണ്, ഓരോരോ സമയത്ത് പാടുന്ന രാഗങ്ങൾ. ഇഷ്ടപ്പെട്ട രാഗം അനേകം രാഗങ്ങളുണ്ട്. ഓരോ രാഗത്തിനും ഓരോ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ. തീർച്ചയായിട്ടും. രാവിലെ പാടേണ്ട രാഗങ്ങളുണ്ട്, ഉച്ചയ്ക്ക് പാടേണ്ട രാഗങ്ങളുണ്ട്, വൈകുന്നേരം പാടേണ്ട രാഗങ്ങളുണ്ട്, രാത്രി പാടുന്ന രാഗങ്ങളുണ്ട്. എല്ലാം ഓരോ രാഗങ്ങൾക്ക് ഓരോരോ കളറുകളുണ്ട്. ഓരോരോ പ്രകൃതിയെ, സീസണെ, അങ്ങനെ തന്നെ പല പല രാഗങ്ങളുണ്ട്. നമുക്ക് ഒരു ശോകം ഫീൽ ചെയ്യുന്നു, ഒരു രാഗം മറ്റേ ശുഭപന്തുവരാളി, ശിവരഞ്ജിനി, അതൊക്കെ രാഗങ്ങളൊക്കെ എടുത്താൽ നമുക്ക് ശോകം ഫീൽ ചെയ്യും. സങ്കടം വന്നില്ലേ? എന്ന് പറഞ്ഞാൽ ശുഭപന്തുവരാളിയായി.
അപ്പൊ ഈ വിഷമം പാട്ട് അല്ല അപ്പൊ അങ്ങനെ അതൊക്കെ ആ മൂഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന രാഗങ്ങളാണ്. ഞാൻ അത് ഉദ്ദേശിച്ചാണ് ചോദിച്ചത്. ഈ രാഗങ്ങൾക്ക് നമ്മളുടെ ഇപ്പൊ ഒരാള് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വൈകുന്നേരം വരുമ്പോ ശരിക്കും അങ്ങനെയല്ല. നമുക്കിപ്പം അത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ആസ്വാദനം എങ്ങനെയാണ് അതനുസരിച്ചാണ്. അല്ല ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ജോലി ചെയ്ത് ക്ഷീണിച്ച് വൈകിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു പ്ലസന്റ് ആയ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണമെങ്കിൽ ഏത് രാഗത്തിലുള്ള പാട്ട് കേട്ടാൽ എങ്ങനെ? ഇഷ്ടംപോലെ മോഹനം, ശ്രീരാഗം, ഇഷ്ടംപോലെ അങ്ങനത്തെ രാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഫ്രഷ് ആവും. മോഹനം ഇപ്പൊ ഒരു പ്രഭാതത്തിന്റെ ഒരു എന്താ പറയാ ഫ്രഷ്നെസ് തോന്നിക്കുന്ന രാഗം. അതിന്റെ ഒരു ആലാപനം ഒന്ന് മോഹനത്തിന്റെ മോഹനം. ഓക്കെ, സന്തോഷമായി. അതെ, ഒരു നല്ലൊരു പ്രകൃതി നമുക്ക് ഓർമ്മ വരും. ഒരു പുഴ, തെങ്ങ്, അതിലിങ്ങനെ പക്ഷികൾ പറക്കണതൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ്. വാദാബി എന്ന് പറയുന്നത് മലയാളികൾക്ക് സിനിമാ പാട്ട് പോലെ സുപരിചിതമായ ഒരു സംഗീത കീർത്തനമാണ് അല്ലേ? അപ്പൊ അതില് ഹംസധ്വനി രാഗം അല്ലേ? ഹംസധ്വനി രാഗത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഹംസധ്വനി എന്ന് വെച്ചാൽ ഒരു ഭക്തി തോന്നിക്കുന്ന ഒരു രാഗമാണ്. ഭക്തി നിർഭരം. പിന്നെ അതും ഒരു ഹാപ്പിനെസ് തോന്നിക്കുന്ന രാഗമാണ്. അതിൽ സങ്കടത്തെക്കാളും കൂടുതൽ ഹാപ്പിനെസ് ആണ്. അതുകൊണ്ട് റൊമാൻറ്റിക് ആക്കാനും പറ്റും. അതെ. രാഗം രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിന്ദാഹങ്ങളെ പ്രണയവും വരുത്താം അതിൽ. രാഗങ്ങളായി നീ വരൂ, അതൊക്കെ ഹംസധ്വനിയാണ്. ഒരുപാട് ഗാനങ്ങൾ വന്നിരിക്കുന്ന മോഹനുണ്ട്, ഹംസധ്വനിയുണ്ട്, ശ്രീരാഗമുണ്ട്, ആരഭിയുണ്ട്, ആഭേരിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പ്ലസന്റ് ആയിട്ടുള്ള കുറെ സംഗീതം. അതെ 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 അതെ. ഇപ്പൊ രാമകഥാഗാനലയം ശുഭബന്ധുരാളിയിലാണ് ചെയ്തിട്ടുള്ളത്. 7 സ്വരങ്ങളും ശിവരഞ്ജിനിയാണ്. 7 സ്വരങ്ങളും. പക്ഷെ അതില് ഒരു സങ്കടത്തെക്കാൾ കൂടുതൽ ഒരു എന്താ പറയാ ഒരു മൂഡിനേക്കാളും ഒരു പ്ലസന്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ് ആ പാട്ടില്. നമുക്കിപ്പോ ഏതൊരു തൊഴിലും മുൻപിൽ വരണമെങ്കിലേ നമ്മുടെ കുടുംബത്തിന് സപ്പോർട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും. വിശേഷിച്ച് ഈ സംഗീതം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഒരുപാട് ഡെഡിക്കേഷൻ ഉണ്ടാവണം, ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നടക്കത്തില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇത്രയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനം, എൻ്റെ ഗുരുക്കന്മാരുടെ, എൻ്റെ മുത്തച്ഛൻ, അമ്മുമ്മ, അമ്മാവന്മാര്, ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ സപ്പോർട്ടുകൾ വളരെ അധികം ഉണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും എല്ലാം സപ്പോർട്ട് എനിക്ക് വളരെ നന്നായിട്ടുണ്ട്. ഭാര്യയുടെ പേര് ദിവ്യ, വിദിത എന്നാണ് ശരിക്കുള്ള പേര്, ദിവ്യ എന്നാണ് വിളിക്കുന്ന പേര്. മക്കള് മൂത്ത ആളുടെ പേര് മാധവ്. മാധവിന് ഇപ്പോൾ 10 വയസ്സ് ഈ മാസം, അതായത് സെപ്റ്റംബർ 27-ാം തീയതി 10 വയസ്സ് തികയും. ഇളയ മോന് 3 വയസ്സ് കഴിഞ്ഞു. ഭാര്യ നമ്മളുടെ പ്രശസ്ത ക്രിക്കറ്ററുടെ അതെ അതെ ശ്രീശാന്തിന്റെ സഹോദരിയാണ്. ശ്രീശാന്തിന്റെ ഇളയ സഹോദരിയാണ്. ഇളയ സഹോദരി വെച്ചാൽ ശ്രീശാന്തിന്റെ ചേച്ചിയാണ്. ഒരു 4 മക്കളുണ്ട്. അതിൽ മൂത്ത ആള് ദിബുശാന്തൻ, ഏറ്റവും മൂത്ത ചേട്ടൻ. രണ്ടാമത്തത് നിവേദിത, നിവി. മൂന്നാമത്തെ ആണ് എൻ്റെ വൈഫ് ദിവ്യ. 4-മത്തതാണ് ശ്രീശാന്ത്. അതെ 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 അതെ. ഈ അളിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാ? ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ബന്ധുക്കളാണ് ഓൾറെഡി. അപ്പം ഞാനും എൻ്റെ വൈഫിൻ്റെ കസിൻസ് ഞങ്ങൾ ഫ്രണ്ട്സാണ്, കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതലേ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ശ്രീശാന്ത്, ഗോപു എന്നാണ് വിളിക്കാറ്, ഗോപു ഉണ്ടാവാറുണ്ട് കൂടെ. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ച് ബോൾ തെറിച്ച് പോകുമ്പോഴൊക്കെ എടുത്തു തരുന്നത് ഗോപു ആയിരുന്നു. ഇന്നിപ്പോൾ ഗോപു ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞങ്ങൾ ബോൾ എടുത്ത് കൊടുക്കണം. അതാണ് ആ വ്യത്യാസം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഗോപു വളരെ ഹാർഡ് വർക്കിംഗ്, ശ്രീശാന്ത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. നേരത്തെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട്. പണ്ട് മുതലേ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു 2007 വേൾഡ് കപ്പ് ഞാൻ കളിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. അതെ, അതുപോലെ അതിനുവേണ്ടി തന്നെ പ്രയത്നിച്ചു. ഗോപു ഒരു നല്ല ക്രിക്കറ്റിനേക്കാൾ ഉപരി നല്ലൊരു ഡാൻസറാണ്, ഒരു ഗായകനാണ്, പാട്ട് പാടും, പാട്ടെഴുതും, പലതരം കഴിവുകളുള്ള ഒരു ആളാണ് ശ്രീശാന്ത്. അല്ല, ശ്രീശാന്ത് സാറിന് കുറച്ച് ദേഷ്യക്കാരനാണെന്നൊക്കെയാണല്ലോ. ദേഷ്യം ഈ ഫീൽഡിൽ മാത്രമേ ഉള്ളൂ. ദേഷ്യം
അതെന്ന് വെച്ചാൽ അത് ക്രിക്കറ്റ് കളിയുടെ ഒരു ടെക്നിക്ക്. അത് പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. അത് ക്രിക്കറ്റ് കളിയിലേക്ക് ശ്രീശാന്തിന്റെ ഗുരു ഓസ്ട്രേലിയൻ ആണ്, ഡെന്നിസ് ലില്ലി സാറാണ് ശ്രീശാന്തിന്റെ ഗുരു. അപ്പോൾ ആ ഓസ്ട്രേലിയൻ കളരിയിലാണ് ശ്രീശാന്തിന്റെ ക്രിക്കറ്റിന്റെ പഠനം. ഓസ്ട്രേലിയൻസിന്റെ രീതി വെച്ചാൽ സ്ലെഡ്ജിങ്ങിലൂടെ അവർ കളിയിൽ ഉൾപ്പെട്ട ഒരു ഭാഗമാണ് സ്ലെഡ്ജിങ്. അപ്പോൾ ഈ ബാറ്റ്സ്മാനെ പേടിപ്പിക്കാൻ അവർ പലതരത്തിലുള്ള ദേഷ്യപ്പെട്ടുള്ള വാക്കുകൾ അവരെ സമ്മർദ്ദം ചെലുത്താനായിട്ടും അവരെ തളർത്താൻ വേണ്ടിയിട്ടും ഉള്ള ടെക്നിക്സ് മാത്രം. അത് മാത്രമാണ് ഗോപു ഫീൽഡ് ഗ്രൗണ്ടിൽ കാണിക്കുന്നുള്ളൂ. ഗ്രൗണ്ടിന്റെ പുറത്ത് ക്രിക്കറ്റ് കളിക്ക് അല്ലാത്ത സമയത്ത് ശ്രീശാന്ത് എന്ന് പറഞ്ഞ വ്യക്തി വളരെ നല്ല ഒരു മനുഷ്യനാണ്. അത് ആ ശ്രീശാന്തിനോട് ഗോപുവിനോട് അടുത്താലാണ് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അടുപ്പമില്ലാത്ത ജനങ്ങളാണ് ഈ രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്നത്. ഈ ടെക്നിക്കിനെ പറ്റി മനസ്സിലാക്കാത്തവരുമാണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഞാൻ പലപ്പോഴും ഇന്ത്യയുടെ പുറത്ത് പല മലയാളികളെയും കാണുമ്പോൾ, മലയാളികൾ എന്നല്ല നമ്മുടെ ഇന്ത്യക്കാരെ പലരെയും കാണുമ്പോൾ അവർ പറയാറുണ്ട് ഇന്ത്യയുടെ പുലിയാണ് ശ്രീശാന്ത് എന്ന്. അങ്ങനെ തന്നെ വേണം. കാരണം നമ്മളിവിടെ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ആശ്വാസം, വികാരം, ശ്രീശാന്ത് അങ്ങനെ തന്നെ വേണം. നമ്മുടെ ഇന്ത്യൻ പുലിയാണ് ശ്രീശാന്ത് എന്ന് പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അത്രയും പുലിയാണെങ്കിൽ പറഞ്ഞിട്ട് അളിയാ എന്റെ ചേച്ചിയെ നേരെ നോക്കിക്കൊള്ളണമെന്ന് പറയാറുണ്ട്. അതാ പരസ്യത്തിലുള്ള പോലെയാ. പേടിപ്പിക്കാറുണ്ടോ? ഇല്ല. എന്നെക്കാളും ഒരു 8 വയസ്സിന് താഴെയാണ് ശ്രീശാന്ത്. അപ്പൊ കുടുംബത്തില് നമ്മൾ ഈ സംഗീതത്തില് ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഗീതത്തിന്റെ? എൻ്റെ അച്ഛനും അമ്മയ്ക്കും പാടാനുള്ള കഴിവുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർ പ്രൊഫഷണൽ, എൻ്റെ കുടുംബത്തിൽ ആരും പ്രൊഫഷണൽ ആയിട്ടില്ലായിരുന്നു. അമ്മ കുട്ടിക്കാലം മുതൽ പാട്ട് പഠിച്ചിട്ടുണ്ട്, ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും പാടാനുള്ള കഴിവുണ്ടായിരുന്നു. അച്ഛൻ രാജസാറിന്റെ വലിയ ആരാധകനായിരുന്നു. സിനിമയ്ക്ക് പാടാൻ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ അതൊക്കെ ഒരു പ്രധാന ഘടകമായിരിക്കുമല്ലോ. നമ്മളിപ്പോ കഴിയുന്നതും പെട്ടെന്ന് ഒരു പാട്ട് പാടിയിട്ട് വരുന്ന ഒരു അവസ്ഥയാണോ, അതോ ഇപ്പൊ നമുക്ക് നേരത്തെ പാട്ട് തരാറുണ്ട്? അതിപ്പോ ഞാനല്ല, ക്ലാസിക്കൽ പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും പാട്ട് പിക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും, പഠിക്കാനായിട്ട്, ഗ്രാസ്പ് ചെയ്യാൻ പെട്ടെന്ന്, രാഗം പെട്ടെന്ന് മനസ്സിലാക്കി നല്ല സ്വരങ്ങളാണ് പാട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ഇത് കിട്ടും സാധാരണ. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ചില റെക്കോർഡിങ്ങുകൾ അരമണിക്കൂറിൽ തീരാറുണ്ട്, ചിലത് 1 മണിക്കൂറിൽ, ചിലത് മാക്സിമം 1.5 മണിക്കൂർ തീർക്കാറുണ്ട്. പാട്ട് പഠിക്കാൻ ഒരു 10 മിനിറ്റ് മാക്സിമം. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഗാനങ്ങളാണ് ഗാനമേളയ്ക്ക് പാടാൻ ഓരോരുത്തർ, അല്ലെങ്കിൽ ഇപ്പൊ റിയാലിറ്റി ഷോയിൽ പാടാൻ വേണ്ടി മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് കുറെയൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടും മാറും നമുക്ക്. ചിലപ്പോൾ ആദ്യകാലത്ത് ഞാൻ ചിലപ്പോൾ കുറച്ച് താമസം, ഇതിനേക്കാളും കൂടുതൽ താമസം, എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പലതും നമുക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റും. ഞാനും മധുവായിട്ടുള്ള ഈ ഇന്റർവ്യൂവില് നമ്മളെ ഓഡിയൻസ് ആഗ്രഹിക്കുന്നത് മധുവിന്റെ കുറച്ച് പാട്ടുകളൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതെങ്കിലും ഒരു നല്ല 1-2 നല്ല പാട്ടുകൾ? തീർച്ചയായിട്ടും. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഹിറ്റായ ഗാനമാണ് ഓർഡിനറി എന്ന സിനിമയിലെ സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ സുൻ സുൻ ചൂളം മൂളാൻ വാ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ സുൻ സുൻ ചൂളം മൂളാൻ വാ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ സും സും ചൂളം മൂളാൻ വാ. മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിലെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാടി. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ സും സും ചൂളം മൂളാൻ വാ. കുളിരുമി താഴ്വാരം കോലമയിൽ പിലിയൊഴിയും മാറ്റോരം ചന്തമുള്ള പന്തലൊരുക്കണതാരം താഴെ ജാതി മല്ലി പൂത്തു കുളിരുമി താഴ്വാരം കോലമയിൽ പിലിയൊഴിയും മാറ്റോരം ചന്തമുള്ള പന്തലൊരുക്കണതാരം
കാട്ടിൽ മുല്ലത്തേരിൽ ചുറ്റും പൊന്നരിപ്രാവ്. ഒരാശാമരം പൂക്കുന്നു, ഞാനും നീയും മാത്രം കണ്ടു. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ സും സും ചൂളം മൂളാൻ വാ. പദം വന്ന പൂമ്പാട്ടാൻ കാത്തിരിക്കും അമ്പൽ കുളക്കരയോരം. വെള്ളിമൂക്കിൽ പട്ട് വിരിക്കണ നേരം. ഇട്ടാവട്ട തമ്മിണി കൊക്കിനൊത്തിരി നാക്കിടയൂണ്. ഇക്കിളി കൂട്ടും ചന്ദന തെന്നലിരിത്തിരി നാട്ടുനിലാവ്. നിറതാരാട്ടിനായി നീലാംബരേ, ഞാനും നീയും മാത്രം കേട്ടോ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ സും സും ചൂളം മൂളാൻ വാ. മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിലെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാടി. റോക്ക് ആൻഡ് റോളില് ഓക്കെ. ലാലേട്ടന് വേണ്ടി പാടിയ ഒരു പാട്ടാണ്. അതും വിദ്യാസാഗർ സാറാണ് അതിന്റെ സംഗീതം. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ, ഒരു യാത്രികനീ വഴി പോകെ നനുത്തൊരു കാൽ പെരുമാറ്റം കേട്ടുണരു. ഇരുൾ വീണ മനസ്സിലൊരിത്തിരീരൻ പൂവിരൽ തൊട്ടുഴിയൂ. ഓ അത് നല്ല ഹിറ്റായിട്ട്. താങ്കളുടെ ഭക്തി ഗാനങ്ങൾക്ക് വളരെ പ്രിയമാണല്ലോ. ഇപ്പൊ കാസറ്റുകളെ കുറിച്ച് പറഞ്ഞാൽ തന്നെ മനോഹരമായ ഒരു ഭക്തി ഗാനത്തിന്റെ ഏതെങ്കിലും ഒരു നാല്. തീർച്ചയായിട്ടും ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്ത ഒരു ഗുരുവായൂരപ്പന്റെ പാട്ടുണ്ട്. ഓക്കെ. ഗുരുവായൂരുണ്ടേ ഒരുണ്ണി ചിരുതൂകിക്കൊണ്ടേ ഒരുണ്ണി. ഗുരുവായൂരുണ്ടേ ഒരുണ്ണി ചിരി തൂകിക്കൊണ്ടേ ഒരുണ്ണി. കരിമേഘ നിറമാകുമുണ്ണി കരുണതൻ കടലാകുമുണ്ണി. കരിമേഘ നിറമാകുമുണ്ണി കരുണതൻ കടലാകുമുണ്ണി. ഗുരുവായൂരുണ്ടേ ഒരുണ്ണി ചിരി തൂകിക്കൊണ്ടേ ഒരുണ്ണി. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ, ഒരു യാത്രികനീ വഴി പോകെ നനുത്തൊരു കാൽ പെരുമാറ്റം കേട്ടുണരു. ഇരുൾ വീണ മനസ്സിലൊരിത്തിരീരൻ പൂവിരൽ തൊട്ടുഴിയൂ. ഓ കൽക്കട്ട ന്യൂസിൽ
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെയധികം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, കൂടുതലും പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്. ദിലീപും മീര ജാസ്മിനും അഭിനയിച്ചതാണ്. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈനീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി. നെഞ്ചോരം നാളം തേടിയോ, എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈനീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി. നെഞ്ചോരം നാളം തേടിയോ. താങ്ക് യു. യൂറോപ്പിലെ മലയാളികൾക്ക് വേണ്ടി ഇത്രയും നേരം സംഗീത സാന്ദ്രമായ ഒരു അന്തരീക്ഷം ഒരുക്കി തന്നതിന് നന്ദി പറഞ്ഞു. താങ്ക് യു. നമസ്കാരം. ഇന്നത്തെ ഈ സംഗീത സാന്ദ്രമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി, നമസ്കാരം.